ഷലോൺ ടി വിയുടെ വോയിസ് ഓഫ് ദ ചർച്ചിൽ ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു അതിഥിയാണ് നമ്മോടൊപ്പമുള്ളത്. കേരള ലേബർ മൂവ്മെൻറ്റിൻ്റെ ചെയർമാൻ, ജീസസ് യൂത്തിൻ്റെ ദേശീയ ഉപദേഷ്ടാവ്, KCBCയുടെ സെക്രട്ടറി ജനറൽ, കോട്ടപ്പുറം രൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ, അതിലുമൊക്കെ അപ്പുറം ഗാനരചയിതാവ്, ഗ്രന്ഥകാരൻ, അഭിനേതാവ്, അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ച കണ്ണൂർ രൂപതയുടെ അഭിവന്ദ്യ പിതാവ് റൈറ്റ് റെവറൻഡ് ഡോക്ടർ അലക്സ് വടക്കുന്തല പിതാവാണ് ഇന്ന് വോയിസ് ഓഫ് ദ ചർച്ചിൽ നമ്മളോടൊപ്പമുള്ളത്. ബിഷപ്സ് ടൈമിലൂടെ ഷാലോൺ TV പ്രേക്ഷകരുടെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദവും മുഖവും വളരെ സുപരിചിതമാണ്. പ്രിയ പിതാവേ, അങ്ങേക്ക് വോയിസ് ഓഫ് ദ ചർച്ചിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വളരെ സന്തോഷം ജോർജ് തയ്യിൽ. ഷാലോം TVയുടെ ഈ വോയിസ് ഓഫ് ദ ചർച്ച് എന്ന ഈ പ്രോഗ്രാമിൽ ജോർജ് തയ്യലിനോടൊപ്പം ആയിരിക്കുന്നതിലേറെ സന്തോഷം. നമുക്ക് സഭയെപ്പറ്റിയും സമൂഹത്തെപ്പറ്റിയും ഒക്കെ സംസാരിക്കാം. സന്തോഷം. പ്രിയ പിതാവേ, കണ്ണൂർ രൂപതയുടെ വിശ്വാസ സമൂഹത്തിൽ ഏറെ ആളുകൾ ബന്ധപ്പെട്ട് കഴിയുന്നത് തീരദേശ മേഖലയുമായും അതുപോലെ നിർമ്മാണ മേഖലയുമായും ബന്ധപ്പെട്ടാണ് അവരവരുടെ ഉപജീവനം നടത്തിപ്പോരുന്നത്. ഇന്ന് നിർമ്മാണ മേഖലയിലുണ്ടായ വലിയ പ്രതിസന്ധി അവരുടെ ജീവിതത്തെ വഴിമുട്ടി നിർത്തുകയാണ്. സഭയ്ക്കും പ്രത്യേകിച്ച് കണ്ണൂർ രൂപതയ്ക്കും അവർക്കൊരു കൈത്താങ്ങാകുവാൻ എന്തെങ്കിലും കർമ്മ പദ്ധതികൾ പിതാവ് പ്ലാൻ ചെയ്തിട്ടുണ്ട്? ഈ രണ്ട് മേഖലകളും, പ്രത്യേകിച്ച് നിർമ്മാണ മേഖലയും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനവുമൊക്കെ ഏറെ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കാര്യശരി ഒത്തിരിയധികം നിർമ്മാണ പ്രവർത്തനങ്ങൾ ചുറ്റും നടക്കുന്നുണ്ടെങ്കിലും ഒരു തൊഴിലാളിയുടെ ജീവിതത്തെ നമ്മൾ എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികളുടെ കാര്യം എടുക്കുമ്പോൾ അവർക്ക് ഒരു പരിരക്ഷയുമില്ല, ഇൻഷുറൻസ് പോലത്തെ ഒന്നുമില്ല. എന്തെങ്കിലും രോഗം വന്നാൽ അവർക്ക് ഭാരിച്ച ആ ചികിത്സാ ചിലവ് നേരിടാൻ വേണ്ടിയുള്ള സാഹചര്യമില്ല. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് KCBCയുടെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ കേരള ലേബർ മൂവ്മെൻറ്റ് ആരംഭിച്ചത്. CBCIയിലും കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിലും ഓഫീസ് ഫോർ ലേബർ ഉണ്ട്. ഈ രണ്ട് കേരളവും ദേശീയ തലത്തിൽ വർക്കേഴ്സ് ഇന്ത്യ ഫെഡറേഷനും ഒക്കെ വിഭാവനം ചെയ്യുന്നത് നമ്മുടെ തൊഴിലാളികളുടെ സുരക്ഷിതത്വം, അവരുടെ അനുദിന ജീവിതത്തിലും ഈ ജോലി ചെയ്യാൻ സാധിക്കുന്ന അതിനുശേഷം ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വാർദ്ധക്യത്തിൽ അനുഭവപ്പെടുമ്പോഴുമൊക്കെ ഇവർക്ക് പരിരക്ഷയുണ്ടാകണം, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകണം. വളരെ പ്രത്യേകമായി കണ്ണൂർ പശ്ചാത്തലത്തിലാണല്ലോ ജോർജ് ചോദിച്ച ചോദ്യം. കണ്ണൂർ രൂപതയിലെ കെയ്റോസ് എന്നാണ് ഇവിടുത്തെ സാമൂഹ്യ സേവന വിഭാഗത്തിൻ്റെ പേര്. ജാതി മതഭേദമന്യേ എല്ലാവരുടെയും സുസ്ഥിതിക്കും പുരോഗതിക്കും വേണ്ടി ക്രിയാത്മകമായ പല പ്രവർത്തനങ്ങളും നടത്തുന്ന ഒരു മേഖലയാണ് ഈ കെയ്റോസ്. അതിൻ്റെ ആഭിമുഖ്യത്തിൽ അതിൻ്റെ ഒരു സിസ്റ്റർ കൺസേൺ അല്ലെങ്കിൽ അതിനോടൊപ്പമുള്ള ഒരു സംഘടനയാണ് KLM. KLMലൂടെ പ്രത്യേകിച്ച് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളും ഫണ്ടുകളുമൊക്കെയുണ്ട്. അത് ഇവർക്ക് ലഭ്യമാക്കാനുള്ള നടപടിയാണ് ഒന്ന്. രണ്ട്, ഞങ്ങൾ ഈ അടുത്തിടെ ഒരു കാര്യം ചെയ്തത് ഒരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. രൂപതയുടെ പല നിർമ്മാണ പ്രവർത്തനങ്ങളുമുണ്ട്, സ്കൂളിൻ്റെയോ മറ്റു പല പള്ളികളുടെയോ ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഈ രൂപതയുടെ കീഴിലുള്ള പല സന്യാസ സമൂഹങ്ങളുടെയും പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും ഇതെല്ലാം ഒന്ന് ഏകോപിപ്പിക്കുകയും അത് ഈ ലേബർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അവർക്കപ്പോൾ സ്ഥിരം തൊഴിൽ നൽകാനാകും. മാത്രമല്ല അവർക്ക് വേണ്ടി ഈ തൊഴിൽ ചെയ്യുന്നതിന് ശേഷം ഏതെങ്കിലും വിധത്തിൽ രോഗം വന്നാൽ വാർദ്ധക്യത്തിലെത്തിയാലൊക്കെ അവർക്കൊരു പരിരക്ഷ ഉണ്ടാകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, വിവാഹത്തിൻ്റെ അവസരത്തിൽ ആ വിവാഹത്തിന് വേണ്ടിയുള്ള ഭാരിച്ച ചെലവിന് വേണ്ടിയുള്ളൊരു സഹായം, ഭവന നിർമ്മാണത്തിനൊക്കെ
ഇങ്ങനെയുള്ള എല്ലാം വിഭാവനം ചെയ്തിട്ടാണ് ഈ ഒരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഞങ്ങൾ പ്ലാൻ ചെയ്തതും ആരംഭിച്ചിരിക്കുന്നതും. അതിൻ്റെ പരീക്ഷണാർത്ഥം ഞങ്ങൾ 1-2 ഭവനങ്ങൾ പണിതു. അതിൻ്റെയും ഈ തൊഴിലാളികളെല്ലാവരെയും തടുത്തുകൂട്ടി അവർ 1-2 ദിവസം അവധി ദിവസം ഒന്ന് ഒരുമിച്ച് വന്നിട്ട് ഒരു 10-15 തൊഴിലാളികൾ ഒരു ദിവസം, മറ്റൊരു അവധി ദിവസം, അതുപോലെ തന്നെ മറ്റൊരു 15 മാറ്റാൾ പണി. അതെ. അങ്ങനെ വരുമ്പോൾ അവരുടെ സഹകരണ അടിസ്ഥാനത്തിൽ പല കുടുംബങ്ങൾക്കും വലിയൊരു ആശ്വാസമായി തീരും. അങ്ങനെ നിർമ്മാണ മേഖലയിലുള്ള ഈ തൊഴിലാളികളുടെ പ്രയാസം, ഈ അരക്ഷിതാവസ്ഥ ഒരു പരിധിവരെയും നമ്മൾ ഒന്ന് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും ഗവൺമെൻറ്റിൻ്റെ ക്ഷേമ പദ്ധതികളിലെയും അംഗങ്ങളാക്കി കൊണ്ടും അവരുടെ വാർദ്ധക്യകാല പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കാനും, 2 രൂപതാടിസ്ഥാനത്തിൽ ഇങ്ങനത്തെ ഒരു സംവിധാനവും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിതാവേ, നമുക്ക് കഴിഞ്ഞ പ്രളയകാലങ്ങളിലെല്ലാം രക്ഷകർ എന്ന് കേരള സമൂഹം ഒന്നാകെ വാഴ്ത്തിയ ഒരു വിഭാഗമാണ് നമ്മുടെ മത്സ്യബന്ധന തൊഴിലാളികൾ. അത് നമ്മുടെ ലത്തീൻ സമുദായ അംഗങ്ങളായ ഭൂരിപക്ഷം ആളുകൾ അതിൽ വരുന്നുമുണ്ട്. ഈ രക്ഷകരെന്ന് വാഴ്ത്തപ്പെട്ട ആ കാലഘട്ടത്തിന് ശേഷം ഇന്ന് തികച്ചും വറുതിയുടെ കാലഘട്ടങ്ങളിലൂടെയാണ് മത്സ്യബന്ധന മേഖലകൾ കടന്നു പോകുന്നത്. ഒട്ടനവധിയായ തിരസ്കരണങ്ങൾ അവർ ഗവൺമെൻറ്റിൽ നിന്ന് മറ്റ് പല ഭാഗങ്ങളിൽ നിന്ന് അവർ നേരിടുകയുണ്ടായി. പിതാവേ, ഈ മത്സ്യബന്ധന തൊഴിലാളികളെ അല്ലെങ്കിൽ ഗവൺമെൻറ് അവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നതിൽ വീഴ്ച വന്നു എന്ന രീതിയിലൊരു വേദന അങ്ങേക്ക് തോന്നിയിട്ടുണ്ട്? ആ വേദന വളരെ ശക്തമായിട്ട് എൻ്റെ മനസ്സിലുണ്ട്, കേരളത്തിലെ സഭാ മേലധ്യക്ഷന്മാരുടെ മനസ്സുകളിലുണ്ട്, വളരെ പ്രത്യേകമായി കേരളത്തിലെ ലത്തീൻ രൂപത ബിഷപ്പ്മാരിലുണ്ട്. കാരണം ജോർജ് പറഞ്ഞതുപോലെ ഈ കേരളത്തിലെ തീരദേശങ്ങളിൽ കൂടുതലുമുള്ള മത്സ്യത്തൊഴിലാളികളും അതേപോലെ തന്നെ ഉൾനാടൻ ജല സ്രോതസ്സുകളിലുള്ള മത്സ്യത്തൊഴിലാളികളൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നതിൽ ഒരു നല്ല ശതമാനം ലത്തീൻ സഭാ സമുദായ അംഗങ്ങളാണ്. ട്രിവാൻഡ്രത്ത് ഞാൻ എന്നും അഭിമാനത്തോടു കൂടിയാണ് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ ആ മത്സ്യത്തൊഴിലാളികളോടുള്ള പ്രതിജ്ഞാബദ്ധതയും അവരോടൊപ്പം നിലകൊണ്ടതും. ഒത്തിരി സഹിക്കേണ്ടി വന്ന് ഇന്നും സഹിക്കുകയാണ് ആ രൂപത. അവരാ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളോടൊപ്പം നിലകൊണ്ടു എന്നുള്ളതാണ്. അതിൽ വൈദികർക്കൊപ്പം നിൽക്കുന്നു, അല്ലെ ഞങ്ങളുടെ നേതാക്കളെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് വൈദികർ പറയുന്നത് ചെയ്യുന്നു, അതായിരിക്കും അവരെ പ്രകോപിപ്പിച്ചത്? തീർച്ചയായിട്ടും അവരുടെ പ്രയാസങ്ങളുടെ നിമിഷങ്ങളിലും സന്തോഷത്തിലുമൊക്കെ അവരോടൊപ്പമുള്ള വൈദികർ അവരുടെ അസ്വസ്ഥതയുടെ അവസരത്തിൽ കൂടെ നിൽക്കണ്ടേ? സഭ എന്നും ഇങ്ങനെ സഹിക്കുന്ന സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ കൂടെ നിലകൊണ്ടില്ലെങ്കിൽ സഭയ്ക്ക് എന്താണ് അർത്ഥം? തീർച്ചയായും സഭയുടെ നിലനിൽപ്പിന് എന്തിനു വേണ്ടിയാണ്? അതുകൊണ്ടാണ് ഈ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോ പിതാവും സഹായമെത്രാൻ ക്രിസ്തുദാസ് പിതാവും അവിടുത്തെ വിക ജനറൽ മോൺസിഞ്ഞോർ യൂജിൻ പെരേരയും എല്ലാവരും ഒറ്റക്കെട്ടായി ഈ മത്സ്യത്തൊഴിലാളികളോടൊപ്പം ഉണ്ടായത്. തീർച്ചയായും പിതാവേ, ഇത് നമ്മൾ തീർച്ചയായും ലത്തീൻ രൂപത അല്ലെങ്കിൽ ലത്തീൻ സമുദായം ഒരിക്കലും ഒരു ഗവൺമെൻറ്റിനും എതിരല്ല. അവരാരും ഗവൺമെൻറ് എതിരാകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. എപ്പോഴും ഗവൺമെൻറ്റിനോടും അത്തരം സംവിധാനങ്ങളോടും ഒത്തുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സഭാ സംവിധാനം തന്നെയാണത്. പക്ഷേ തങ്ങളുടെ സമുദായങ്ങളെ തുടർച്ചയായി അവഗണിക്കുമ്പോൾ, അവരുടെ പ്രശ്നങ്ങളിൽ യാതൊരു വിധത്തിലും പങ്കാളികളാകാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അഭയാർത്ഥികളായി അവരെ മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യത്തിൽ അവർക്ക് ജീവിക്കാനുള്ള മിനിമം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ സഭ പ്രതികരിക്കുന്നത്. അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും. ഞാൻ അവിടെ പോയി കണ്ടതാണ്. അവർ ആ സിമെൻറ്റ് ഗോഡൗണിൽ പോയി താമസിക്കുന്നത് യഥാർത്ഥത്തിൽ എന്തു വലിയ ഒരു കഴിഞ്ഞ 4-4.5 വർഷമായി ഈ പാവപ്പെട്ട ജനങ്ങൾ, അവർക്ക് സ്വന്തം വീടുണ്ടായിരുന്നു, സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരുന്നു, അതെല്ലാം വിട്ടുപേക്ഷിച്ചിട്ട് പ്രത്യേകിച്ച് ഈ പുരോഗമനത്തിൻ്റെ പേരിൽ പുതിയ സംവിധാനങ്ങളും പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളും തുറമുഖം ഉൾപ്പെടെയുള്ളതൊക്കെ വരുമ്പോൾ ഈ വികസനത്തിൻ്റെ പുരോഗമന പ്രവർത്തനങ്ങളുടെ പിന്നാമ്പുറത്ത് ഈ പാവപ്പെട്ടവർ ഒരിടവുമില്ലാതെ അഭയാർത്ഥി ക്യാമ്പുകളിനേക്കാൾ. തീർച്ചയായും പിതാവേ, നമ്മൾ അല്ലെങ്കിൽ ലത്തീൻ സഭ ഒരു വികസന വിരോധികളാണ്. ഒരിക്കലും അങ്ങനെ ചിത്രീകരിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ നമ്മളേറെ അഭിമാനത്തോടു കൂടെയാണ് ചന്ദ്രയാനം ചന്ദ്രനിൽ പോയി ലാൻഡ് ചെയ്തതിൻ്റെ ലോകം മുഴുവൻ, പ്രത്യേകിച്ച് ഭാരതീയരായ നമ്മൾ കണ്ടതും ISROയുടെ ഇത്. ആ ISROയുടെ സ്ഥാപനത്തിൽ ലത്തീൻ സഭ വികസനത്തിനെതിരായിരുന്നു.
അന്ന് തിരുവനന്തപുരം അതിരൂപതയുടെ അന്നത്തെ ബിഷപ്പ് പീറ്റർ ബേർണഡ് പെരേര പിതാവ് ജനങ്ങളുടെ അടുത്ത് ഈ ISROയുടെ മേധാവികളെയും കൊണ്ടിക്കൊണ്ട് പറഞ്ഞു, ദേ ഇങ്ങനൊരു ആവശ്യമുണ്ട്, അതിനെതിരായിട്ട് നിൽക്കരുത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് നവരത്നങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് നടക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളുടെ ഒന്നാണല്ലോ കൊച്ചിൻ ഷിപ്പ്യാർഡ്. ചരിത്ര സാക്ഷ്യം പുറത്തുണ്ട് താനും. അതെ, ആ സമയത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് കൂടുതൽ അറിയാവുന്നതിൻ്റെ കാരണം അന്ന് ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ആ മേഖലയിൽ വികാരിച്ചനായിരുന്നത് എൻ്റെ അങ്കിൾ അച്ഛനാണ്, മോൺസിഞ്ഞോർ അലക്സാണ്ടർ വടക്കുന്നില്ല. ആ സമയത്ത് ഞാൻ ഇങ്ങനെ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് അവധി ദിവസങ്ങളിൽ അച്ഛൻ്റെ അവിടെ പോയി താമസിക്കുമായിരുന്നു. പാരിഷ് കൗൺസിലും ഒക്കെ ഇതിനെപ്പറ്റി വളരെ ചൂടോടും വീറോടും വാശിയോടും കൂടെ ചർച്ച നടത്തിയപ്പോൾ അച്ഛൻ അവരോടൊക്കെ പറഞ്ഞു, നമ്മൾ ഇവിടെ ഇങ്ങനത്തെ ഒരു വ്യവസായ സ്ഥാപനം വരുമ്പോൾ നമ്മൾ എതിർത്ത് നിൽക്കരുത്, നമ്മൾ എന്ത് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വിഘാതമായിട്ട് നിൽക്കരുതെന്ന് പറഞ്ഞു. അവിടെ ചുമരെഴുത്ത് വന്നത് എനിക്കറിയാം. അവരൊന്ന് എഴുതിയിരുന്നത് ഇങ്ങനെയാണ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് സ്ഥാപിക്കുന്നതിലൂടെ വികാരിച്ചന് എത്ര ലാഭമുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ചുമരെഴുത്തുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ ഓരോ ഭവനത്തിലും പോയി ചെന്ന് കണ്ടു. എന്നിട്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അതെല്ലാം ഇങ്ങനെ കുറിച്ചെടുത്തിട്ടും ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ അതോറിറ്റീസെ പോയി കണ്ടു. ഇവർക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന്, ഈ ജോലി അവിടെ സാധ്യതയുണ്ടെങ്കിൽ ഈ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് ജോലി കൊടുക്കണമെന്ന് പറഞ്ഞു. മാത്രമല്ല ഈ അവരുടെ ഭവനം വിട്ടുപോകുമ്പോൾ കൃത്യമായിട്ടുള്ള കോമ്പൻസേഷൻ പാക്കേജ് അവരുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ സമയത്ത് അങ്ങനെ അവിടെ നിന്ന് ആരെയും വലിച്ചെറിയപ്പെട്ടില്ല. മുലമ്പള്ളി വികസനത്തിൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അന്നത്തെ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പായിരുന്ന ഡാനിയൽ ആചാര്യപറമ്പിൽ പിതാവ് പറഞ്ഞത്, സർക്കസ് കൂടാരത്തിൽ നിന്ന് ഇങ്ങനെ കൂടാരം പൊളിച്ചു നീക്കുന്നത് പോലെയല്ലേ ഞങ്ങളുടെ പാവപ്പെട്ടവരുടെ ഭവനം നിങ്ങൾ JCB വന്നെടുത്തതെന്ന്. ഇപ്പോഴും അവരുടെ ആ റീഹാബിലിറ്റേഷൻ പാക്കേജ് പൂർണ്ണമായിട്ടും സാറ്റിസ്ഫാക്ടറി ആയിട്ടും നടത്തിപ്പെട്ടില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് ഞങ്ങൾ പോയിരുന്നു. ഇവിടെ കണ്ണൂരിൽ നിന്ന് തന്നെ ഞങ്ങൾ പല ഗ്രൂപ്പായിട്ട് പല പ്രാവശ്യം പോയി. ഒരു പ്രാവശ്യം ഞങ്ങളൊരു 39 പേര് ട്രെയിനിന് പോയിട്ട് അവരോടൊപ്പം ഉണ്ടായിരുന്നു. അന്ന് പോകുന്ന സമയത്തും അവരോടൊപ്പം ആയിരുന്നപ്പോൾ ഒരു കവിത എഴുതിയിട്ട് കണ്ണൂർ രൂപതയിൽ നിന്ന് തന്നെയുള്ള ഒരു ഫാദർ ലീനോ പുത്തൻ വീട്ടിലച്ഛൻ, ലീനോദാസ് അച്ഛൻ, അത് ഈണം കൊടുത്ത് ഞങ്ങളെല്ലാവരും ഇങ്ങനെ പാടി, അവരെല്ലാവരും ഒരുമിച്ച് ഏറ്റുപാടി. ഇതെൻ്റെ ഭൂമി, ഇതെൻ്റെ തീരം, ഇതെൻ്റെ സ്വപ്നം, വേരോടി പൂത്തുലഞ്ഞ തീരം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഗാനമായിരുന്നു. അതായത് ഇവരുടെ സ്വപ്നം വേരോടുകയും പൂത്തുലയും ചെയ്യുന്ന തീരം വിട്ടുപേക്ഷിച്ച് അവർക്കെന്ത് ജീവിതം. ഇപ്പോഴും അവിടെ റീഹാബിലിറ്റേഷൻ വലിയ വാഗ്ദാനത്തോടു കൂടിയല്ലേ കേരള സർക്കാർ അന്ന് പറഞ്ഞത്. ഇവിടെ ലത്തീൻ സഭ പുരോഗതിക്കും വികസനത്തിനും എതിരായതുകൊണ്ടല്ല. ഈ ചരിത്രം ISROയുടെയും കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെയും മൂലമ്പള്ളിയുടെയൊക്കെ പിന്നാമ്പുറ ചരിത്രം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ എത്രയധികം കുടുംബങ്ങൾക്ക് അവിടെ നിന്ന് വിട്ടൊഴിയേണ്ടി വന്നു. പക്ഷേ ഇന്ന് ഈ തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ കഷ്ടത തിരിച്ചറിയുന്നില്ല. യഥാർത്ഥത്തിൽ ഭരണ സംവിധാനത്തിൻ്റെ ഇവിടുത്തെ ഇരിക്കുന്നതിൻ്റെ ഏതാനും കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇപ്പോഴും ആ സിമൻറ്റ് ഗോഡൗണിൽ താമസിക്കുന്നവർ. വളരെ ദയനീയമാണ്. അത് മാധ്യമങ്ങളിലൂടെ എല്ലാം വന്ന ഒരു കാര്യം. പിതാവ് അവിടെ പോയതിനു ശേഷം പിതാവിൻ്റെ തന്നെ ഒരു പത്രക്കുറിപ്പിൽ ഞങ്ങൾ കാണുകയുണ്ടായി. വളരെ ഒരു കുടുംബമായിട്ടും ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ പിന്നെ ഗർഭിണികളും അതേ മുലയൂട്ടുന്നവരും ഒക്കെ ഒരു ഗോഡൗണിനകത്ത് യാതൊരു ഒളിയും മറയുമില്ലാതെ, കക്കൂസിൽ ഒരാൾ കയറിയാൽ പുറത്തൊരാൾ പിന്നെ ഒച്ചയിട്ടുകൊണ്ട് നിൽക്കണം, അല്ലെങ്കിൽ അത് ചാരി പുറത്ത് നിൽക്കണം. ഒരു വളരെ ഗതികേടിൻ്റെ ഒരു അവസ്ഥ അല്ലേ? ഇത് കേരളത്തിലാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വിശേഷം സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇത് തിരുവനന്തപുരത്താണെന്നും നമ്മൾ മനസ്സിലാക്കണം. അതായത് കേരളത്തിൻ്റെ എല്ലാം വികസനത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ താമസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ അവരുടെ കർമ്മഭൂമി എന്ന് അവകാശപ്പെടുന്നതിൻ്റെ സ്ഥലത്തു നിന്നാണ് ഈ കഷ്ടഭൂമിയിലേക്ക്, ഈ ദുരന്തഭൂമിയിലേക്ക് ഈ ആളുകളെ വലിച്ചെറിഞ്ഞിരിക്കുന്നത്. ഇതിനൊരു മാറ്റമുണ്ടാകണം, സമയബന്ധിതമായിട്ടുള്ള. ഈ ചന്ദ്രയാൻ ഇപ്പോൾ ചന്ദ്രനിൽ ഇറങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ അഭിനന്ദന പ്രഭാവങ്ങൾ വിവിധ ഭാഗങ്ങൾ വരുന്നു. ഈ ലത്തീൻ സഭയെ ആരെങ്കിലും വിളിക്കുകയോ അതിനുവേണ്ടി ഇത്തരം ഇത് ത്യാഗമാണ്, അത്രയും വിട്ടുകൊടുത്തു. അതാണ് ശരിക്കും സ്പേസ് സെൻറ്ററിൻ്റെ യഥാർത്ഥ കാരണം. ആരുടെയെങ്കിലും ഒരു അഭിനന്ദന ഈ ലത്തീൻ സഭയ്ക്ക് ലഭിച്ചതായി അറിവുണ്ട്?
അതിൽ ഞാൻ എന്നും സന്തോഷത്തോടെ ഓർക്കുന്നത് മുൻ രാഷ്ട്രപതി ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ കാര്യമാണ്. അദ്ദേഹം 3-4 വേദിയിൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് പല വേദിയിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നുള്ളതും എനിക്കറിയാം. അദ്ദേഹത്തോടൊപ്പം ആലുവ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൻ്റെ ജൂബിലി അവസരത്തിൽ വേദി പങ്കിടാനായിട്ട് ഇടയായി. അന്നും അദ്ദേഹം ഈ ലത്തീൻ സഭയുടെ ത്യാഗപൂർണമായിട്ടുള്ള നിലപാടിനെ പറ്റി പ്രശംസിച്ചു പറഞ്ഞു. ഇനി അതെല്ലായ്പ്പോഴും എപ്പോഴും പറയണമെന്ന് ഒന്നുമില്ല, എങ്കിലും കേരളത്തിലെ ലത്തീൻ സഭയ്ക്ക് അഭിമാനമാണ്. വികസന വിരോധികൾ എന്ന് പറയുന്നത് തികച്ചും തെറ്റാണെന്നും കൊച്ചിൻ ഷിപ്പ്യാർഡ് അടക്കമുള്ള അല്ലെങ്കിൽ സ്പേസ് സെൻറ്റർ അടക്കമുള്ള ഒട്ടനവധി വികസന പദ്ധതികൾക്ക് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഭാഗതയെ മാറ്റിമറിച്ച ഇത്തരം വലിയ വികസനങ്ങൾക്ക് വേണ്ടി സ്വന്തം ഭൂമിയും സ്വന്തം പള്ളിയും എല്ലാം വിട്ട് നൽകിയ ഒരു സമുദായമാണ് ലത്തീൻ സമുദായം. തീർച്ചയായും അതുകൊണ്ട് വികസനത്തിനെതിരാണ് എന്ന് വരുത്തുന്നത് അവരുടെ വീഴ്ചകളെ മറയ്ക്കാനുള്ള ഒരു ഒളിയായി നമുക്ക് കാണാം. തീർച്ചയായും അങ്ങനെ തന്നെ കാണുന്നതായിരിക്കും എൻ്റെ ശരി. പിതാവ് കഴിഞ്ഞ വർഷം ഇറങ്ങിയ 2018 എന്ന് പറയുന്ന സിനിമ പിതാവ് കണ്ടിട്ടുണ്ടാവും. ആ സിനിമയിൽ വൈദികർ പറഞ്ഞു, അല്ലെ പുരോഹിതർ പറഞ്ഞു, ഞങ്ങൾ ഇറങ്ങി എന്ന് പറഞ്ഞത് വളരെയേറെ സോഷ്യൽ മീഡിയയിലേക്ക് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. അതങ്ങനെയല്ല, അത് ഗവൺമെൻറ് തീർച്ചയായും പിതാവെ വൈദികർ വിളിച്ചാൽ തൻ്റെ ജീവിതം ഈ പ്രളയകാലത്തൊക്കെ ഉരുൾപൊട്ടുന്ന മേഖലകളിലേക്കൊക്കെ ഇനി തിരിച്ചെത്തുമോ എന്ന് പോലും ഉറപ്പില്ല. കാരണം അത്രയേറെ നമ്മൾ TV ചാനലിലൂടെ കണ്ടാണ്, അത്രയേറെ ജീവിതം തന്നെ തിരിച്ചു വരുമോ എന്ന് ഉറപ്പില്ലാത്ത തൻ്റെ മക്കളെയും ഭാര്യയും ഇട്ട് തോണിയും എടുത്ത് ഇറങ്ങിയ ഈ മുക്കുവർ അല്ലെങ്കിൽ മത്സ്യബന്ധന തൊഴിലാളികൾ അവർ വൈദികരുടെ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ ഇറങ്ങി പുറപ്പെടുന്ന ഒരു വിഭാഗം ഇന്നും ഉണ്ട് അല്ലേ? ഞാൻ കണ്ണൂർ വന്നിട്ട് തിയേറ്ററിൽ പോയി കണ്ടിരിക്കുന്ന ഏക സിനിമയാണ് 2018. എനിക്ക് അഭിമാനം തോന്നി. പ്രത്യേകിച്ച് ഒരു സമൂഹത്തിൽ ഇങ്ങനെ ഒരു പ്രക്ഷുബ്ധമായ അവസ്ഥ വരുമ്പോൾ മെയ്യും മേനിയും വിട്ട് അവരുടെ സുരക്ഷിതത്വം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെടുന്നതാണ് യഥാർത്ഥ ക്രൈസ്തവൻ്റെ മുഖം. ഒരു മത്സ്യത്തൊഴിലാളിയുടെ അഭിമാനത്തിൻ്റെ ഒരു ഓർമ്മയാണ് അവരുടെ ഈ ഇറങ്ങി പുറപ്പാട്. മറ്റുള്ളവരുടെ ജീവൻ സംരക്ഷിക്കാൻ, അവരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. അതുകൊണ്ടായിരിക്കണം ആ വൈദികൻ പറഞ്ഞു നമുക്ക് ഇറങ്ങാം പോകാം എന്ന് പറഞ്ഞപ്പോൾ അവർ ഈ ഒരുമിച്ച് ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരോരോരുത്തരുമായിട്ട് വരുമ്പോൾ അന്ന് ഞാൻ അവിടെ പോയിരുന്ന ദിവസം ഓഡിയൻസ് അറിയാതെ കൈയടിച്ചു. യഥാർത്ഥത്തിൽ സഭയുടെ നേതൃത്വം. ഈ ഒരു നേതൃത്വ ശൈലിയാണ് തുടരേണ്ടത്. എവിടെ അത് ജാതിമത ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും ആകട്ടെ, എന്ത് പ്രതിസന്ധി വന്നാലും ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടാനും അവർ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുവാനും ഇടയന്മാർക്ക് വലിയ കടമയുണ്ട്. അതാണ് അവർ തുടരേണ്ട ക്രിസ്തു ദൗത്യം. തീർച്ചയായും പിതാവേ, സ്വാതന്ത്ര്യാനന്തരം 77 വർഷങ്ങൾ പിന്നിടുകയാണ്. ഇപ്പോഴും ദളിതരുടെയും അധസ്ഥിതരുടെയും അവസ്ഥ വലിയ കാര്യമായിട്ടുള്ള ഒരു വികസനത്തിൻ്റെ പാതയിലേക്കൊന്നും അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് മറ്റുള്ളവർ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ അവരിലേക്ക് എത്തിച്ചേരപ്പെടുന്നില്ല. പ്രത്യേകിച്ചും അങ്ങേപ്പോലെയുള്ള ഒരാൾക്ക് അതിൽ അവരെ കൈപിടിച്ചുയർത്താൻ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് ഇനിയും കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. സഭയ്ക്ക് ഇനിയും അക്കാര്യത്തിൽ കൂടുതലായി ഇടപെടേണ്ടതുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. 2 വിധത്തിൽ വിവേചനം അനുഭവിക്കപ്പെടുന്ന സമൂഹമാണ് ദളിത് ക്രൈസ്തവർ. ദളിത് എന്ന നിലയ്ക്ക് അവർ പരമ്പരാഗതമായി ചരിത്രപരമായിട്ട് വിവേചനം അനുഭവിച്ചു പോന്നു. ഇന്നവർ ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നുവെന്ന് അറിയുമ്പോൾ ആ വിധത്തിലും അവർ അവഗണിക്കപ്പെടുന്നു. CBCIയുടെ ദളിത് പോളിസിയുണ്ട്. അതിലൊരു സമഗ്രമായിട്ടുള്ള ചിന്ത ഈ ദളിത് ക്രൈസ്തവരുടെ സർവ്വതോന്മുഖമായ ഉയർച്ച ഉറപ്പുവരുത്താൻ വേണ്ടി പ്രത്യേകിച്ച് സഭാ സ്ഥാപനങ്ങളിൽ അവരെ കൂടുതലായിട്ട് പരിഗണിക്കേണ്ടത്. 2, അവരെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉള്ള സൗകര്യം. 3, എല്ലാവിധത്തിലും അവർ വരേണ്ട സഭയുടെ പ്രതിജ്ഞാബദ്ധത. ഇതെല്ലാം സമഗ്രമായിട്ട് പോകുന്നുണ്ട്. ഇനി ഈ പോളിസി
അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നോ? എനിക്ക് സംശയമുണ്ട്. കാരണം സമൂഹത്തിലെ അല്ലെങ്കിൽ രാഷ്ട്രത്തിലെ പല പോളിസികളും പോലെ സഭയിലെയും ചില പോളിസികൾ ഇങ്ങനെ ഈ ബുക്ക് ഷെൽഫിൽ പൊടിയും പിടിച്ച് ഇരിക്കുന്ന ഈ അവസ്ഥ. സഭയുടെ അത്തരം ഈ മേഖലകളിലുള്ള ശുശ്രൂഷ രീതികളിൽ കാലോചിതമായ മാറ്റം വേണം. കുറച്ചും കൂടെ വിശ്വാസികളുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന, ജീവിതത്തെ സ്പർശിക്കുന്നതാവണം ശുശ്രൂഷ രീതികൾ എന്ന് അങ്ങേക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ജനജീവിതത്തിൻ്റെയും അവരുടെ കഷ്ടപ്പാടുകളുടെയും പ്രയാസങ്ങളിൽ നിന്നും അകന്നുള്ള ഒരു സഭയല്ല. കാരണം ക്രിസ്തുവിനെയാണ് സഭ പിന്തുടരുന്നതെങ്കിൽ ആ വേദനിക്കുന്നവരോടൊപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ജായിറൂസിൻ്റെ മകളുടെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് പോകാം. ലാസറിൻ്റെ രോഗവിവരം അറിഞ്ഞപ്പോൾ പോകാം എന്നാണ് ഈ ക്രിസ്തു പറഞ്ഞത്. അതായത് എവിടെ സഹനമുണ്ടോ, എവിടെ അനീതിയും വിവേചനവുമുണ്ടോ അവരോടൊപ്പം സഭ നിലകൊള്ളണം. പരിമിതികളുണ്ടാകാം. പല സാഹചര്യങ്ങളുടെയും സമ്മർദ്ദം കൊണ്ട് ചിലപ്പോൾ സഭ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള നിലപാടെടുക്കാൻ, ആ നിലപാട് പൊതുസമൂഹത്തിൽ ഉറക്കെ പറയാൻ ഒക്കെ ചിലപ്പോൾ എങ്കിലും ഇങ്ങനെ ദളിത് ക്രൈസ്തവരുടെ കാര്യത്തിൽ വരുമ്പോൾ, കാരണം CBCI ഒരു ഓഫീസ് ഫോർ ദളിത് ക്രിസ്ത്യൻസ് ഉണ്ട്. അത് നേരത്തെ കമ്മീഷൻ ഫോർ ദളിത് ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു. ആ ഓഫീസ് ഞാനൊരു 9 വർഷം ശുശ്രൂഷ ചെയ്തിരുന്ന ഹെൽത്ത് കമ്മീഷൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്തായിരുന്നു. അവരുടെ എല്ലാ പ്രോഗ്രാമിനും, പ്രത്യേകിച്ച് ഇങ്ങനെ നാഷണൽ ലെവലായിട്ടുള്ള ഈ ദളിത് ക്രൈസ്തവർക്കുള്ള നീതി ലഭിക്കണമെന്നുള്ള ആ സമര പരിപാടികളിലൊക്കെ ഞാനും പോയി പങ്കെടുക്കുമായിരുന്നു. കാരണം അവരുടെ കാര്യങ്ങളിൽ പോയി പങ്കെടുത്താലേ ഉള്ളൂ ഞാനും എന്തെങ്കിലും കാര്യം വരുമ്പോൾ പരസ്പരം സഹകരിക്കണമല്ലോ. പക്ഷെ അതിനേക്കാൾ ഉപരി സഭ എന്നും ഇതുപോലെ അവശത അനുഭവിക്കുന്ന, നീതി നിരാകരിച്ചിട്ടുള്ള സമൂഹങ്ങളോടൊപ്പം നിലകൊണ്ടിട്ടുണ്ട്. അത് ഇനി തുടരണം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പോളിസിയൊക്കെ സമയബന്ധിതമായി. പ്രളയകാലത്ത് റീത്തുകൾ മറന്നുള്ള ഒരു സഹകരണം, അതിൻ്റെ അകത്ത് പിന്നെ സീറോ മലബാറെന്നോ മലങ്കരയെന്നോ ലത്തീനെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ സഭകൾ ഒന്നായി പ്രളയകാലത്ത് പ്രളയ ദുരിതാശ്വാസ മേഖലയിലേക്ക് തങ്ങളുടെ കൈയും മെയ്യും മറന്നുള്ള ഒരു ഇടപെടലാണ് നടത്തിയത്. അത്തരമൊരു ഇടപെടൽ ഈ ദളിത വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനെ അല്ലെങ്കിൽ അവരുടെ ജീവിതഗതി മാറ്റിമറിക്കുന്നതിന് ആക്കം കൂട്ടും എന്ന് പിതാവിന് തോന്നുന്നു. തീർച്ചയായിട്ടും. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ സഭ മാത്രമല്ല, ഇതുപോലുള്ള മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളെയും കൂടെ കൈകോർപ്പിച്ചുകൊണ്ട് ഇതൊരു വിഭാഗത്തിൻ്റെ ചരിത്രപരമായി പിന്നോക്കാവസ്ഥയിലേക്ക്, പിന്നാമ്പുറത്തേക്ക് തള്ളിവിട്ട ഒരു ജനവിഭാഗത്തിൻ്റെ നീതിയുടെ മുറവിളിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഭ മറ്റു സമൂഹങ്ങളെയും സമുദായങ്ങളെയും കൈകോർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. കാരണം ഇതെല്ലാം നമുക്ക് പൊതുവായിട്ടുള്ള കാര്യമാണ്. ഫ്രാൻസിസ് പാപ്പ അതിന് നല്ല ഒരു മാതൃക നൽകുന്നുണ്ട്. 2 ചാക്രിക ലേഖനങ്ങളിലൂടെ അദ്ദേഹം അത് വ്യക്തമാക്കി. ഒന്ന് സോദരർ സർവരും, ഫ്രatelli tutti, എല്ലാവരെയും കൈകോർക്കുക എന്നുള്ളതാണ്. 2 ലൗദാത്തോ സി, ദൈവമേ അങ്ങേക്ക് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാരിസ്ഥിതിക സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രബോധനം. അവിടെയും പറയുന്നതാണ് നമ്മുടെ ഈ പൊതുഭവനം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കൂട്ടായ പരിശ്രമം. ഇപ്പോൾ രൂപതകൾ അവരുടെ വിശ്വാസികളുടെ സമഗ്ര വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടി ഒട്ടേറെ കൺമോദ്യകൾ ആവിഷ്കരിക്കാറുണ്ട്. ഇടവകകൾ പക്ഷേ ഈ രൂപതകൾക്കപ്പുറത്ത് അല്ലെങ്കിൽ ഇടവകൾക്കപ്പുറത്ത് ഉള്ള മനുഷ്യരുടെ രോദനങ്ങൾ അത് കൂട്ടായി ഒരുമിച്ച് കാണണം, ഒരുമിച്ച് പരിഹാരം കാണേണ്ട ഘട്ടങ്ങളിലെങ്കിലും ഇത്തരം വിഭജനങ്ങൾ തടസ്സമായിട്ടുണ്ട്. എപ്പോഴും ഈ ടുഗെദർ സ്ട്രോങ്ങർ, ടുഗെദർ വി ക്യാൻ മേക്ക് ഡിഫറൻസ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ നോർത്ത് മലബാറിലെ കാര്യം പറയാം. ഇവിടുത്തെ ഞങ്ങളെല്ലാ ബിഷപ്സും വർഷത്തിൽ മിനിമം 2 പ്രാവശ്യം അല്ലെങ്കിൽ അതിന് 3-4 പ്രാവശ്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള അവസരങ്ങളുണ്ട്. ഈ നോർത്ത് കേരള ഭാഗത്ത് ഈ ഉള്ള പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ജനങ്ങളെ ബാധിക്കുന്ന ബുദ്ധിമുട്ടുകളെയൊക്കെ നമുക്ക് എങ്ങനെ കൂട്ടായി തരണം ചെയ്യാം എന്ന് ഒരുമിച്ച് ചിന്തിക്കുന്നതിനും നടപടിക്രമങ്ങൾ എടുക്കുന്നതിനും, അത് രൂപതകളുടെ അതിർത്തിക്കപ്പുറം, റീത്തുകളുടെ വിഭജനങ്ങൾക്കപ്പുറം എങ്ങനെ കൂട്ടായി നിലകൊള്ളാം എന്നുള്ള ഒരു ചിന്ത
കൊണ്ടുവരുന്നതിനും അത് ആലോചിച്ച് ഒരുമിച്ച് കൂട്ടായ നടപടിയെടുക്കണം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചാണ് പറയുന്നത്. അതിനും പരിമിതികളുണ്ടാകാം, പക്ഷേ ഒരു നല്ല ഗുഡ് സ്റ്റെപ്പ് ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ ഞാൻ പറയും. അതായത് ശരിയായിട്ടുള്ള ദിശയിലുള്ള നല്ല ഒരു കാൽവയ്പ്. തീർച്ചയായും, പ്രത്യേകിച്ചും മലബാറിലൊക്കെ വികസനത്തിൻ്റെ അലയൊലികൾ വളരെ പിന്നിലേക്ക് വന്നിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ജീവിതങ്ങൾ വളരെ തിരുവിതാംകൂറുമായിട്ടൊക്കെ കമ്പയർ ചെയ്താൽ വളരെ പിന്നിലാണ്. പക്ഷേ ഇപ്പോൾ വികസനത്തിൻ്റെ ഒരു തെളിച്ചം ഇങ്ങോട്ടേക്ക് വരുന്നുമുണ്ട്. ഇത്രയും നേരം സഭയുടെയും സമുദായത്തിൻ്റെയും ഈ സമൂഹത്തിൻ്റെയും വിഷയങ്ങൾ നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു കണ്ണൂർ രൂപതയുടെ ആദരണീയനായ ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ അലക്സ് വടക്കന്തല പിതാവ്. ഇനിയും ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും ഈ ചർച്ച തുടരും. അതുവരെയും വിട.